ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് കേൾക്കുന്നില്ല ഒന്നും കേൾക്കുന്നുണ്ടോ? മോനെ ആ മൈക്കൊന്നും കേട്ടേ, സംസാരിക്കാൻ കേൾക്കുന്നില്ല പോലെ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ കേൾക്കുന്നില്ല. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡിനെ കുറിച്ചാണ്. ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാവും. അപ്പോൾ കുറച്ച് ഡേർട്ടി ആയിട്ടുള്ള, കുറച്ച് എന്താ പറയുക, വളരെ വൃത്തികെട്ട രീതിയിൽ ഉണ്ടാക്കുന്നതും വിചിത്രമായ കുറച്ച് ഫുഡുകളെ പറ്റി നമുക്ക് സംസാരിക്കാം. അത് നമുക്കൊരു വീഡിയോ കാണാം. മച്ചാൻ്റെ അവിടെ സ്ട്രിങ് ഉണ്ടല്ലോ, നമ്മളെ അക്ഷയ് കുമാറൊക്കെ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്, ആ സ്ട്രിങ് ആണ് പാനിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ സ്ട്രിങ് നല്ലോണം വെച്ച ശേഷം കുറെ കോഴിമുട്ടകൾ, അതായത് മുട്ട ഇടുന്നുണ്ട്, മുട്ട പൊട്ടിച്ച് പാരുന്നുണ്ട്. വെറൈറ്റി ആയിരിക്കുന്നല്ലേ സ്ട്രിങ്. അപ്പുറത്ത് മെറീൻ്റെയും ഫാൻ്റെയും അവിടെ 7up പെപ്സി അപ്പുറത്ത് കാണുന്നുണ്ട് കുപ്പി. അപ്പോൾ നമുക്ക് വേണ്ടി ഫ്ലേവറിൽ പുള്ളിക്കാർ ഉണ്ടാക്കി തരും. ഇതെല്ലാം മിക്സ് ചെയ്ത് ഇളക്കി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം മറ്റേ വത്തക്കയും പാലൂടി മിക്സ് ചെയ്ത് ജ്യൂസ് അടിക്കുന്ന ആ ഒരു കളറെത്തിക്കും മൊത്തത്തിൽ. നല്ല പേറി പോലാക്കി ശേഷം അതിലേക്ക് തക്കാളിയൊക്കെ മുറിച്ചിട്ട് അരിഞ്ഞിട്ടുണ്ട് ആശാന്. വളരെ വെറൈറ്റി ആയിരിക്കുന്നത്. കാരണം ഇവിടെ എണ്ണക്ക് മറ്റേ വെളിച്ചെണ്ണ കിട്ടായിട്ട് അയക്കുന്നുണ്ട്. പക്ഷേ സ്ട്രിങ് പറന്നുങ്ങാണ്ട് എണ്ണ വേറെ യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. നല്ല മിക്സ് ചെയ്ത് തിന്നാൻ കൊടുക്കുക. എന്തുവാടേ ഇതെങ്ങനെയാണ് കഴിക്കുന്നത്? പക്ഷെ അവിടെ കഴിക്കാൻ ആളുണ്ട്. ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടംപോലെ ആളുണ്ട്. നിങ്ങൾക്ക് ഈ സ്ട്രിങ്ങിന് വേറൊരു വീഡിയോ കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. സ്ട്രിങ് ഉണ്ടാക്കാട്ടത്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഫേക്ക് സ്ട്രിങ് ആണിത്. കണ്ട ഒറിജിനൽ തന്നെ കിടക്കും. ഒറിജിനലോ മോശമാണ്. അപ്പോൾ അതിലും മോശം രീതിയിലാണ് സ്ട്രിങ്ങിൻ്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം, ഫേക്ക് സാധനം വരുന്നത്. ഫേക്ക് അവിടെ മറ്റേ വേറെതൊക്കെ ഉള്ളുണ്ട്, പച്ചക്കുപ്പിയിലും സ്ട്രിങ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ. ഇവിടെ അധികമല്ല, പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ സ്കൂളിൽ പിള്ളേരൊക്കെ വാങ്ങി തന്നെ കഴിക്കുന്നത്. ഇപ്പം എന്താ അവിടെ ബാൻ ചെയ്യണം, സ്കൂളിൻ്റെ സൈഡിലൊക്കെ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞാണ്ട് ഇതിൻ്റെ കുറച്ച് ന്യൂസൊക്കെ വന്നു തുടങ്ങിക്കുന്നത്. ഇത് വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്ട്രിങ്. അപ്പോൾ അവിടെ ഒന്നും പ്രശ്നമില്ല, അവിടെ ഒക്കെ വിൽക്കും. അവിടെ നിന്നൊരു വിഷയമല്ല, അവിടെ അവരെന്തും വിൽക്കും. പക്ഷേ നിയമവ്യവസ്ഥ ഒക്കെ പൈസ കൊടുത്താൽ അവർക്ക് വലിയ വില. ഇനി അടുത്തൊരു വീഡിയോ കാണിച്ചതാ. ഈ പോങ്ങം ചെയ്യുന്നുണ്ടെങ്കിൽ എണ്ണ ഈ കവറ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പഴയ എണ്ണയിലിട്ട് കവറ് ഉരിക്കുക. ആ പ്ലാസ്റ്റിക് ഉരുക്കിയതിലാണ് ആശാൻ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കണ്ട് മറ്റുള്ളവർ കൊടുക്കുന്നത്. ഇത് മറ്റവൻ ചോദിച്ചവൻ പറഞ്ഞോ, ഇത് മറ്റേ പ്ലാസ്റ്റിക് നല്ല വെച്ചാൽ മറ്റവൻ പറയും അതൊന്നും പ്രശ്നമല്ല, അതൊന്നും ഒക്കെ ഇങ്ങനെ പൊട്ടിക്കാനുള്ള സ്റ്റൈലാണ്. ആശാൻ്റെ സ്റ്റൈലാണല്ലോ ഇത്. പെനൊക്കെ പിടിച്ചിട്ട് മുഖം പിടിച്ചിട്ട് എടുത്തിട്ട് അടിക്കണോ, ഇതൊന്നും കണ്ടാൽ ആക്ഷൻ എടുക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ് വലിയൊരു കോമഡി. ഒന്നും പറയാൻ പറ്റില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ മാറ്റം വരാൻ പോകുന്നില്ല. ആശാനല്ലേ വില. ആശാൻ നല്ല 10 റുപ്യക്ക് 20 റുപ്യക്ക് വെള്ളവും 10 റുപ്യക്ക് പാവ് ബജിയും തന്നെ വെക്കണത്. പക്ഷെ എത്രയും ഉണ്ടാക്കിയിടും അത് കണ്ടുന്നതൊന്നും പറയില്ല. പക്ഷെ അതൊക്കെ വാങ്ങി തിന്നുകയും ചെയ്യും. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. പഞ്ചാബിൽ അങ്ങനെ നടന്ന കാര്യമാണിത്. ഇനി ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിലും വൃത്തിഹീനമായി ഉണ്ടാക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ വൃത്തിഹീനമായ വേറൊരു സാധനം ഇപ്പം കാണിച്ചു തരാം. ഒരാശാന് ഇവിടെ നമ്മൾ പ്ലേറ്റ് വെക്കുന്നത് നല്ല വെള്ളത്തിൽ വെക്കുക, അതായത് പ്യുവർ വെള്ളത്തിൽ നമ്മളായിട്ടുള്ള പ്ലേറ്റ് വെക്കുക. പക്ഷെ അവിടെ അങ്ങനെയൊന്നുമില്ല. അവർ നല്ല അത്രയും അൾട്രാ പ്രോ ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിലേക്ക് വെക്കുന്നത് കണ്ടില്ലേ. ഏതാ ക്ലീനായ വെള്ളം അതിലാണ് ആശാൻ പ്ലേറ്റ് ഇരുന്നല്ല കേൾക്കാണ്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി വൃത്തി കിട്ടും. എന്നിട്ട് അട്ടിക്ക് വെക്കുക. എന്നിട്ട് അടുത്ത തട്ടുകളുടെ അടുത്താക്കി ഫുഡ് കൊടുക്കുക. ഉഫ്, എന്താടാ ഇതെങ്ങനെ കഴിക്കുന്നതിലൊക്കെ ഒരു വിഷയമുള്ള കാര്യമല്ല. അവിടെ അതൊക്കെ നോർമലാണ്. ഇനി അടുത്ത് നിങ്ങൾ വിചാരിക്കുക കാണുമ്പോൾ എള്ളോ അങ്ങനെ കഴിക്കുന്നത് എന്തോ ഒരു മധുരത്തിൻ്റെ വെള്ളത്തിലിട്ട എന്തൊരു അപ്പാണ്. പക്ഷെ പെറുക്കി ഒഴിവാക്കണൊക്കെ നല്ല ഈച്ചകളാണ്. ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞ ഈച്ച അനുസരിക്കാനൊന്നുമില്ല. തേനീച്ച, ഈച്ച അതൊക്കെ ആശം പെറുക്കി വെക്കണത്. എന്നിട്ടാണ് ആൾക്കാരെ വാങ്ങി തിന്നത്. ബ്രോ പ്ലീസ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ 3 ദിവസം ആശുപത്രിയിലും കിടക്കും, 4ാം ദിവസം മരിച്ചു പോകും. അതായിരിക്കും. പക്ഷെ ഈറ്റക്കൊന്നും പറ്റുന്നില്ല എന്നുള്ള വിചിത്രമായ കാര്യം. എന്തായാലും മറ്റേ വീഡിയോയിൽ വീണ്ടും വരാം.